മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിലൊന്നാണ് കർക്കിടകം. കർക്കിടകത്തിൽ പഴയ തലമുറകൾ ശീലിച്ചു വന്നിട്ടുള്ള ആഹാരരീതിയാണ് ഔഷധക്കഞ്ഞി അഥവാ കർക്കിടകക്കഞ്ഞി. കേരളത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലും പല രീതികളിലാണ് ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഔഷധക്കഞ്ഞി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഔഷധക്കഞ്ഞി തയ്യാറാക്കാനുള്ള ചേരുവകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. മര, നഗര, നഗരപുഞ്ച എന്നിങ്ങനെ പലവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഞവരേരിയാണ് നമ്മുടെ കർക്കിടക മാസത്തിലെ ഔഷധക്കഞ്ഞിയിലെ പ്രധാന ചേരുവ. യൗവനം നിലനിർത്താനും അതുപോലെ തന്നെ ക്ഷീണം, ബലക്ഷയം, സന്ധിവാതം, പക്ഷാഘാതം അങ്ങനെ നിരവധി അസുഖങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നു. അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. പുഴുങ്ങാതെ ഉണങ്ങിയ നെല്ല് കുത്തിയെടുത്ത അരിയാണ് ഉണക്കലരി. അത് കഞ്ഞി, പാൽക്കഞ്ഞി, പായസം, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കുടലിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഇത് ഉപകാരപ്പെടുന്നു. അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ആശാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പ്രോട്ടീൻ്റെ ഒരു കലവറയാണ്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനും ശരീരത്തിന് നല്ലൊരു ബലം ഉണ്ടാകാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഔഷധമാണിത്. അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ധാരാളം ഫൈബർ, വിറ്റാമിൻ, മഗ്നീഷ്യം, അയൺ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള സൂചിഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് വെയിറ്റ് കുറയ്ക്കാനും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ഞവരേരി, ഉണക്കലരി, സൂചിഗോതമ്പ്, ആശാളി ഇങ്ങനെ ഈ 4 എണ്ണം കൂടെ നമുക്കൊന്ന് കഴുകി അതൊന്ന് 2 മണിക്കൂറത്തേന് കുതിരാൻ വേണ്ടി വെക്കാം. കുതിരാൻ വെക്കുമ്പോഴത്തേന് നല്ല വെള്ളം തന്നെ ഒഴിച്ച് വെക്കണം. ഈ വെള്ളം തന്നെയാണ് പിന്നീട് നമ്മൾ വേവിക്കാൻ വേണ്ടി എടുക്കുന്നത്. ആ സമയത്ത് നമുക്കിതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദശപുഷ്പത്തിൽപ്പെടുന്ന മുക്കൂറ്റിയാണ്. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. ത്രിദോഷത്തിലെ വാതപിത്ത ദോഷങ്ങളെ ശമിപ്പിക്കുന്നു. അതുപോലെ തന്നെ പനി, ചുമ, മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തൊട്ടാവാടിയാണ്. തൊട്ടാൽ ഉടനെ വാടുകയും പിന്നീട് നിവർന്നു വരികയും ചെയ്യുന്നു. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ രക്തശുദ്ധിയാകാനും കഫ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ ഒരുപാട് സഹായിക്കുന്നു. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സംസ്കൃതത്തിൽ ബല എന്ന പേരിൽ അറിയപ്പെടുന്ന ആയുർവേദ ഔഷധമായ കുറുന്തോട്ടിയെക്കുറിച്ചാണ്. ശരീരത്തിന് ബലം നൽകാൻ പേര് പോലെ തന്നെ ആയുർവേദത്തിൽ മറ്റൊരു ഔഷധമില്ലെന്ന് തന്നെ പറയാം. വാതരോഗത്തിനാണ് കൂടുതൽ പ്രയോജനം. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മിക്ക വീടുകളിലും കാണുന്ന ഒരു ഔഷധ സസ്യമായ തുളസിയാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ അതുപോലെ തന്നെ BP കുറയ്ക്കാൻ, ജലദോഷം, പനി, തലവേദന, തൊണ്ടവേദന അങ്ങനെ നിരവധി ഗുണങ്ങളുള്ള ഔഷധ സസ്യമാണ്. അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് വീട്ടുവൈദ്യത്തിലെ മെയിൻ താരമായ പനിക്കൂർക്കയാണ് എടുത്തിരിക്കുന്നത്. ചുമ, മൂക്കടപ്പ്, നെഞ്ചിലെ കഫക്കെട്ട് അകമാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. കൂടാതെ വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നു. അടുത്തത് തഴുതാമയാണ്. നിലത്ത് പടർന്നു കിടക്കുന്ന ഒരു ഔഷധ സസ്യമാണത്. പൊട്ടാസ്യം നൈട്രേറ്റ് ഒക്കെ ധാരാളം അടങ്ങിയ മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖത്തിനും അതുപോലെ തന്നെ ശരീരത്തിലെ നീർക്കെട്ടൊക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ വന്ന കുടങ്ങലാണ്. ചതുപ്പ് സ്ഥലങ്ങളിലൊക്കെ കൂടുതലും കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യം. ബുദ്ധിശക്തി, ഓർമ്മശക്തി, അതുപോലെ തന്നെ മലബന്ധം, അർശസ്, ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് അങ്ങനെ നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യം. അപ്പോൾ ഈ ഔഷധങ്ങളെല്ലാം നല്ലതായിട്ട് കഴുകി പറ്റുമെങ്കിൽ വേരോട് തന്നെ അതെടുത്ത് കഞ്ഞി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം കൂടെ ഞാൻ കഴുകി വെച്ചേക്കുവാണ്. ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ചതച്ച് നമുക്ക് കഞ്ഞി ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് മാത്രമായിട്ട് അങ്ങനെയാണെങ്കിലും നമുക്ക് കഞ്ഞി ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 1 പിടി അളവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അളവ് ഇത് കൂട്ടണമെന്നുണ്ടെങ്കിൽ മരുന്നിൻ്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ കഞ്ഞി തയ്യാറാക്കുന്നത് ഞാൻ ഇത് 4 പേർക്കുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ഒരാൾക്ക് വേണ്ട കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ 2 മണിക്കൂർ കുതിർത്ത് വെച്ച അരിയാണ്. അപ്പം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇത് തന്നെയാണ് കാണിച്ചത്. അപ്പോൾ ഞാൻ കഴുകിയതൊന്നും കാണിച്ചില്ല, വെറുതെ ഇത് വീഡിയോയ്ക്ക് ലെങ്ത് കൊണ്ടുവരുന്നത് അത് കാണിച്ചില്ല. നമ്മളിന്ന് കഞ്ഞി തയ്യാറാക്കാൻ പോകുന്നത് ഒരു മൺകലത്തിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഔഷധക്കഞ്ഞിയിൽ വളരെയധികം ഔഷധ പ്രാധാന്യമുള്ള കഞ്ഞിയാണ്. അപ്പം ഒട്ടും ഔഷധം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മൺപാത്രത്തിൽ തന്നെ നമ്മൾ കഞ്ഞി വെക്കാനായിട്ട് പറയുന്നത്. വൈറ്റമിൻ B12, കാൽസ്യം, ഫോസ്ഫറസ്, അയൺ, മഗ്നീഷ്യം എന്നിങ്ങനെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഈ മൺപാത്രങ്ങളിൽ. അപ്പോൾ അത് നമ്മുടെ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അടുത്ത് നമ്മളിതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് വെളുത്തുള്ളിയുണ്ട്, ചുമന്നുള്ളിയുണ്ട്, ഏലക്ക, അയമോദകമുണ്ട്, പിന്നെ ചെറിയ ജീരകം, ചുക്ക്, പിന്നെ ശർക്കരപ്പാനി, തേങ്ങാപ്പാൽ
ഇന്ദുപ്പ് ഇത്രയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയ ജീരകം എടുത്തിരിക്കുന്നത് ഫാറ്റ് കുറയ്ക്കാനും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഷുഗർ ലെവൽ നിയന്ത്രിക്കാനും നാവിന് നല്ല രുചി കിട്ടാനൊക്കെ ഒരുപാട് സഹായിക്കുന്നു. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഏലക്ക കാലാകാലങ്ങളിലായി ഉപയോഗിച്ച് വരുന്ന സുഗന്ധവ്യഞ്ജനമാണ്. സുഗന്ധവ്യഞ്ജനത്തിൻ്റെ രാജ്ഞി എന്നോട് അറിയപ്പെടുന്നു. മാനസികമായും അതുപോലെ തന്നെ ആരോഗ്യപരമായുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് കഴിവുണ്ട്. നെക്സ്റ്റ് എടുത്തേക്കുന്നത് ചുക്കാണ് എടുത്തേക്കുന്നത്. ചുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പനി ജലദോഷമൊക്കെ മാറാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. പിന്നെ നമ്മൾ എൻ്റെ എടുത്ത് വെച്ചിരിക്കുന്ന അയമോദകം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഗ്യാസ് ട്രബിൾ നിയന്ത്രിക്കാനും അസിഡിറ്റി പ്രശ്നങ്ങൾക്കും വയറ്റിലെ മറ്റ് അസ്വസ്ഥതകളൊക്കെ മാറാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്നു. അടുത്ത നമ്മൾ എടുക്കുന്നത് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എടുത്തിരിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ ലെവൽ നിയന്ത്രിക്കാനും ഉറക്കക്കുറവ് അങ്ങനെ അനീമിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. ഇപ്പോൾ നമ്മുടെ അരി ഞവരരി സൂചിഗോതമ്പ് ആശാളി അതുപോലെ തന്നെ നമ്മുടെ ഉണക്കലരിയൊക്കെ ഒരു 3/4 ഭാഗം വെന്തിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള വേഗ് നമ്മുടെ ഈ ഔഷധത്തിൻ്റെ ജ്യൂസിലാണ് ബാക്കിയുള്ള വേവ് വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഏലക്ക അയമോദകം അതുപോലെ തന്നെ ചുക്ക് ജീരകം ഇത്രയും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് തിളച്ച് വരണം. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്ന ഉപ്പ് ഇന്ദുപ്പാണ് ആഡ് ചെയ്യുന്നത്. ഉപ്പ് പൊതുവേ ആരോഗ്യത്തിന് നല്ലതല്ല എങ്കിലും ഇന്ദുപ്പ് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ്. ഇത് നമ്മുടെ ദഹനത്തെ നിയന്ത്രിക്കാനും ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനും ഗ്യാസ് ട്രബിൾ അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ മാറാനും വെയിറ്റ് ലോസ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നു. നമ്മുടെ ഔഷധക്കഞ്ഞിയിൽ ഇന്ന് ഞാൻ മധുരത്തിന് വേണ്ടി ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട്. ഇത് ശർക്കരപ്പാനി വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മളൊരു പായസത്തിൻ്റെയൊക്കെ ഒരു രുചി പോലെ വരും. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ശർക്കരപ്പാനിയിൽ. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും വെയിറ്റ് ലോസിനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നു. ഇപ്പം ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമ്മളിതിനകത്ത് ഇപ്പോൾ തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങാപ്പാലാണേലും ശരീരത്തിൽ വെയിറ്റ് കുറയ്ക്കാനും നമ്മുടെ ഈ കഞ്ഞിക്കൊരു രുചി കൂട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നു. ഇത് രണ്ടും വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഔഷധക്കഞ്ഞിക്ക്. ഇനി അവസാനമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൊണ്ടൊന്ന് മൂപ്പിച്ച് ചേർക്കാം. ഇതിങ്ങനെ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അതിനകത്ത് ഇട്ട് വേവിച്ചാലും മതി. ഇതിപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് അതിനകത്തിട്ടേക്കുവാണ്. ഇപ്പം നമ്മുടെ ഔഷധക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള നമ്മുടെ കർക്കിടകക്കഞ്ഞി റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ അടുത്തൊരു മഴക്കാലം വരെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഔഷധങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ദഹനം നമ്മുടെ സാംക്രമിക രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്കൊന്ന് മുക്തി നേടാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഔഷധക്കഞ്ഞിയാണ്. കഴിവതും നമ്മളിത് വെറും വയറ്റിൽ തന്നെ കഴിക്കാൻ നോക്കണം. രാവിലെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കഴിക്കുന്ന സമയത്ത് നോൺ വെജ് ഒന്നും ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കരുത്. കുറഞ്ഞത് ഒരു 7 ദിവസമെങ്കിലും നിങ്ങൾ കഞ്ഞി വെച്ച് കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.